വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പിഴയ്ക്കാത്ത കഥയും പിഴവില്ലാത്ത കഥനവുമായിരുന്നു സച്ചിയുടെ തലക്കനം. തിരക്കഥാകൃത്തിന്റെ സർഗാത്മകതയും സംവിധായകന്റെ കൈയടക്കവും ഒരുപോലെ സമന്വയിച്ച പ്രതിഭ വിടവാങ്ങിയിട്ട് 4 വർഷം. ജനപ്രിയ സിനിമയുടെ സകല ചേരുവകളും ചേരുംപടി ചേർന്ന കരുത്തും സൗന്ദര്യവുമുള്ള തിരക്കഥകളാണ് സച്ചി മലയാളത്തിനു സമ്മാനിച്ചത്. സച്ചിയുടെ ഒരു തിരക്കഥ കിട്ടിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് മലയാളത്തിലെ ഭൂരിഭാഗം സംവിധായകരും എന്നത് രഹസ്യമല്ല. മലയാളത്തിലെ ന്യൂ ജനറേഷൻ പ്രമേയ വിപ്ലവത്തിനിടയിലും എല്ലാ ജനറേഷനെയും ഒപ്പം നിർത്തി സച്ചി ഹിറ്റുകൾ രചിച്ചു. ചോക്ലേറ്റ് മധുരത്തോടെയായിരുന്നു സച്ചിദാനന്ദൻ എന്ന കൊടുങ്ങല്ലൂർക്കാരന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കം. മാലിങ്കര SNM കോളേജിലായിരുന്നു BCom പഠനം. നാടകം എഴുതിയും സംവിധാനം ചെയ്തും അഭിനയിച്ചും നാട്ടിലും കോളേജിലും സജീവമായ സച്ചിദാനന്ദൻ ബിരുദ പഠനത്തിനു ശേഷം എറണാകുളം ലോ കോളേജിൽ ചെന്നെത്തിയത് കൊമേഴ്സ് പഠിച്ചവരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കില്ലെന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു. ഇടപ്പുള്ളിക്കാരനായ സേതുവിന്റെ വക്കീൽ ഓഫീസിലേക്ക് ചെന്നതോടെയാണ് സച്ചിയുടെ ജീവിതം മാറുന്നത്. ചെറുകഥകളും 1-2 സിനിമാ കഥകളുമൊക്കെയായി വക്കീൽ പണിയിൽ നിന്ന് പറന്നുയരാൻ കൊതിക്കുന്ന ആളായിരുന്നു സേതു. രണ്ടുപേർക്കും പ്രാക്ടീസ് ഹൈക്കോടതിയിൽ. ഓഫീസ് മുറിയുടെ പാതി വാടകയ്ക്ക് നൽകിയതിനൊപ്പം ഹൃദയത്തിന്റെ പാതിയും സേതു സച്ചിക്ക് പങ്കുവച്ചു. സേതു ദിവസവും എഴുതുന്നത് കണ്ടപ്പോഴാണ് കൂട്ടുകാരന്റെ മനസ്സിലും സിനിമയോടുന്നത് സച്ചി തിരിച്ചറിഞ്ഞത്. പിന്നെ വൈകുന്നേരങ്ങളിൽ സേതുവിന്റെ രചനകൾ വായിക്കലും തിരുത്തലുമായി. കുറെയായപ്പോൾ ഒന്നിച്ചൊന്ന് പയറ്റിയാലെന്തെന്ന് തോന്നി. ബോളിവുഡിൽ നിന്ന് അതുൽ കുൽക്കർണിയെ കൊണ്ടുവന്ന് ആദ്യ സിനിമ ചെയ്യാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ. പൂജ കഴിഞ്ഞ ചിത്രം പക്ഷേ മുടങ്ങി. എന്നാൽ കൂട്ടുകാർ നിരാശരായില്ല. ഷാഫിയുടെ ചോക്ലേറ്റിലൂടെ തിരക്കഥാ ജോഡിയായി അരങ്ങേറ്റം. പ്രണയവും പകയും രാഷ്ട്രീയവും നർമ്മവുമെല്ലാം സിനിമയിൽ സച്ചിക്ക് വഴങ്ങി. ഒരേ റൂട്ടിലോടുന്ന വണ്ടികളായിരുന്നില്ല സച്ചി സിനിമകൾ. വ്യത്യസ്തമായിരുന്നു ഓരോ പരീക്ഷണങ്ങളും. പരാജയങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന കഥകൾക്ക് പഞ്ഞമില്ലാത്ത മലയാള സിനിമയിൽ സച്ചി വിജയകഥകൾ ചേർത്തുവെച്ചു. മലയാള സിനിമയിലെ എല്ലാ പ്രധാന നടന്മാർക്കും വൻ ഹിറ്റുകളും സമ്മാനിച്ചു. ജോഷി പൃഥ്വിരാജ് ചിത്രമായ റോബിൻ ഹുഡ്, ഷാഫി സംവിധാനം ചെയ്ത ജയറാം ചിത്രം, മേക്കപ്പ് മാൻ, വൈശാഖ് സംവിധാനം ചെയ്യുന്ന സീനിയേഴ്സ് എന്നിവ പിന്നാലെയെത്തി. ഡബിൾസ് എന്ന ചിത്രത്തിന്റെ പരാജയത്തോടെ സച്ചിയും സേതുവും പിരിഞ്ഞു. തിരക്കഥയുടെ പരാജയമാണ് ചിത്രത്തിന് ദോഷമായതെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. പിരിഞ്ഞതൊന്നുമല്ല, ഒന്നിച്ചിരുന്ന് എഴുതുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ 2 തരം സിനിമകൾ ഉണ്ടായിരുന്നു. അതെഴുതാൻ ഒറ്റയ്ക്കിരിക്കാമെന്ന് തീരുമാനിച്ചു. ഇനിയും ഞങ്ങൾ ഒന്നിച്ചെഴുതുക തന്നെ ചെയ്യും. രണ്ടാകുമ്പോഴും സച്ചിയും സേതുവും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ മികച്ച തിരക്കഥാകൃത്ത് എന്ന തന്റെ വിലാസം മലയാള സിനിമയിൽ മായാത്ത ലിപികളിൽ എഴുതി ചേർത്ത് റൺ ബേബി റൺ എന്ന ജോഷി ചിത്രവുമായിട്ടായിരുന്നു സച്ചിയുടെ ഒറ്റയാൻ മടങ്ങിവരവ്. 2012 ഏറ്റവും അധികം പണം വാരിയ മോഹൻലാൽ ചിത്രമായി ഇത്. സച്ചിയുടെ തിരക്കഥയിൽ ജീൻ പോൾ ലാൽ ഒരുക്കിയ പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറമ്മൂട് ചിത്രം ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും ഇറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് തിയേറ്ററിലെത്തിയത്. സമാന പ്രമേയമാണെന്ന ആരോപണം ഉയർന്നപ്പോൾ 2 ചിത്രങ്ങൾക്കും വിസ്മയ വിജയം നൽകിയാണ് പ്രേക്ഷകർ പ്രതികരിച്ചത്. സച്ചിയുടെ ആദ്യ സംവിധാന സംരംഭമായ അനാർക്കലിയും ശ്രദ്ധേയമായി. പൃഥ്വിരാജ് ബിജു മേനോൻ കോംബോ പരീക്ഷണം ആദ്യമായി വിജയത്തിലെത്തിയ ചിത്രമായിരുന്നു ഇത്. ഒരിടവേളയ്ക്കു ശേഷം 2017 ദിലീപിനുമൊപ്പം സച്ചിക്കും ശക്തമായ തിരിച്ചുവരവ് സമ്മാനിച്ച അരുൺ ഗോപി ചിത്രമായിരുന്നു രാമലീല. സച്ചി എഴുതി സംവിധാനം ചെയ്ത് അവസാനം പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും കോവിഡ് ലോക്ക്ഡൌണിൽ തിയേറ്ററുകൾക്ക് താഴെ വീഴുന്നതിന് തൊട്ടു മുൻപ് ഹൗസ്ഫുൾ ഷോകളാൽ ചരിത്രമെഴുതി. 6 കോടി മുടക്കുമുതലിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് 60 കോടിയാണ്. തന്റെ രാഷ്ട്രീയം കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഭാരമാകാതെ അവതരിപ്പിച്ച സിനിമകളിൽ ഒന്നുകൂടിയാണ് അയ്യപ്പനും കോശിയും. പ്രതിനായകനും തത്തുല്യമോ അതിലേറെയോ പ്രാധാന്യം നൽകിയിട്ടും ചെറിയൊരു കല്ലുകടി പോലും പ്രേക്ഷകനുണ്ടായില്ല എന്നതാണ് സച്ചിയിലെ എഴുത്തുകാരന്റെ വിജയം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക.
വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.